മഴ കനത്തതോടെ കോഴിക്കോട് വിലങ്ങാട് നിവാസികൾ ഭീതിയിൽ തുടരുകയാണ്. പുഴ കരകവിഞ്ഞതോടെ പലരും ബന്ധുവീടുകളിലേക്ക് താമസവും മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ കാല വർഷത്തിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പോഴും സർക്കാരിന്റെ കനിവ് കാത്തും ഇവിടെ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വിലങ്ങാട് പുഴ കരകവിഞ്ഞതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. ടൗണിന് സമീപത്തെ പാലത്തിൽ വരെ വെള്ളം കയറി. ഉരുൾപൊട്ടലിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച പലരും ബന്ധുവീടുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു വർഷക്കാലമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് പലരും. താൽക്കാലിക പാലത്തിലൂടെയാണ് മഞ്ഞച്ചീലയിലുള്ളവർ വിലങ്ങാട്ടേക്ക് പോകുന്നത്. മഴ ശക്തമായാൽ താൽക്കാലിക പാലം തകരാനാണ് സാധ്യത. കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ കൂട്ടിയിട്ട കല്ലും മണ്ണും മഴയിൽ ഒലിച്ചു വരികയാണെങ്കിൽ പാലം തകരുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. മറ്റൊരു കാലവർഷം കനത്തിട്ടും സർക്കാർ ദുരിതബാധിതരെ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇവിടെ പാലങ്ങൾ തകർന്നു കിടക്കുന്നു, റോഡുകൾ തകർന്നു കിടക്കുന്നു, നിരവധി കൃഷിസ്ഥലങ്ങൾ ഒലിച്ചുപോയി. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികളൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ ദുരിതബാധിതർ സമരം നടത്തി. എന്നാൽ സർക്കാർ പ്രതിനിധികൾ ചർച്ച നടത്തി ഇവർക്ക് വേണ്ട ആനുകൂല്യങ്ങളൊക്കെ ചെയ്യാമെന്നും ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഉടനടി ചെയ്യുമെന്നും മാത്രം പ്രഖ്യാപിക്കുകയല്ലാതെ യാതൊരുവിധ നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടില്ല. ഇത് ഏറെ പ്രതിഷേധാർഹമാണ്. വരുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾ വലിയ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും. സർക്കാർ അവഗണനയ്ക്കെതിരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ 2 ആഴ്ച മുമ്പ് വിലങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. കളക്ടറുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് RDO ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ഇതുവരെ യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഇനിയൊരു ദുരന്തം താങ്ങാൻ കെൽപ്പില്ലാതെ നിസ്സഹായരാണ് വിലങ്ങാട് നിവാസികൾ. സർക്കാർ ഇനിയെങ്കിലും കനിയുമെന്ന കാത്തിരിപ്പിലാണ് പ്രദേശവാസികൾ. ജനം, കോഴിക്കോട്.